എന്തെങ്കിലും ഒരിക്കൽ കിട്ടും. അതിന് ബെസ്റ്റ് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ ഓൾറെഡി 3 വർഷത്തിൽ കൂടുതലായി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇതിന് പോകുന്നത്, വേറെ വല്ല ജോലിക്ക് പൊയ്ക്കൂടെയെന്ന്. പ്രൈവറ്റ് ജോലികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഒന്നുകൂടി ശ്രമിച്ചാലോ എന്നൊരു മനസ്സ് തോന്നിയത്. ആ ഡെഡിക്കേഷൻ്റെ കാര്യം ജയകൃഷ്ണൻ സാർ പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നത്. നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്നൊരു ബോധം വന്നപ്പം കംപ്ലീറ്റ്ലി ഈ ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി നന്നായിട്ട് ഫോക്കസ് ചെയ്തു. എൻ്റെ പേര് കൃഷ്ണൻ എന്നാണ്. ഞാൻ ആദ്യമായിട്ട് ICDയിൽ വന്ന് ജോയിൻ ചെയ്യുന്നത് 2019 ഞാനൊരു BCom ഗ്രാജുവേറ്റ് ആണ്. ഞാൻ ആദ്യമായിട്ട് ICDയിൽ വന്ന് ജോയിൻ ചെയ്യുന്ന സമയത്ത് എനിക്ക് കോമ്പറ്റേറ്റീവ് എക്സാമോ ബാങ്ക് എക്സാമോ എന്താണെന്ന് ഒരു വലിയ ധാരണയില്ലായിരുന്നു. ഞാൻ ആദ്യം വന്ന് ജയകൃഷ്ണൻ സാറിൻ്റെ ക്ലാസ്സിൽ ഇരുന്നു. ആദ്യം ഈ എക്സാമുകൾ നമ്മൾ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നതെന്ന് സാർ നന്നായിട്ട് പറഞ്ഞു തന്നായിരുന്നു. ഞാൻ ആദ്യമായിട്ട് ഇവിടെ വന്നപ്പം എനിക്ക് പ്രത്യേകത തോന്നിയൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെയുള്ള ഫെസിലിറ്റീസാണ്. നമുക്കൊരു ലാബുണ്ട്, ഒരു ലൈബ്രറി ഉണ്ട്. ലാബിന് നിശ്ചിത ഒരു സമയമുണ്ട് നമുക്ക് എല്ലാ ദിവസവും യൂസ് ചെയ്യാനായിട്ട്. ലൈബ്രറി നമുക്ക് ഫ്രീ ആയിട്ട് ഓപ്പൺ ആണ്. അപ്പോൾ ഫസ്റ്റ് ഡേ വന്നപ്പോൾ തന്നെ ഇതെല്ലാം ഇവിടുത്തെ സ്റ്റാഫും കാര്യങ്ങളും എല്ലാം നല്ല വൃത്തിയായിട്ട് പറഞ്ഞു തന്നു എങ്ങനെയാണ് നമ്മൾ യൂസ് ചെയ്യേണ്ടതെന്ന്. ഈ ഒരു രീതി ഫോളോ ചെയ്താൽ മതി നമുക്ക് കിട്ടാനായിട്ടെന്ന്. അപ്പോൾ ഈ ലൈബ്രറിയിൽ നമുക്ക് പല പല വിഷയങ്ങളുടെ പല ഡിഫിക്കൽട്ടി ലെവലിലുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ട്. ലോ ലെവൽ ക്വസ്റ്റ്യൻസ് തൊട്ട് ഹൈ ലെവൽ ക്വസ്റ്റ്യൻസ് ടാക്കിൾ ചെയ്യാനുള്ള ഒരു രീതി, ഒരു ടൈം ടേബിൾ പോലെ ഇവിടെ തന്നിട്ടുണ്ട്. ആ ഒരു രീതി ഞാൻ ഫോളോ ചെയ്തുകൊണ്ടാണ് എനിക്ക് പ്രിലിംസ് 100% കിട്ടിയത്. പിന്നീട് ഇവിടുത്തെ ലൈബ്രറി വഴി നമുക്ക് സംശയമുള്ള വിഷയങ്ങൾ വീഡിയോസും കാര്യങ്ങളും എല്ലാം ടീച്ചർമാരുടെ ഇവിടെ റെക്കോർഡ് ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിപ്പം ക്ലാസ്സിൽ മനസ്സിലാവാത്ത എന്തെങ്കിലും ഒരു വിഷയം ഉണ്ടെങ്കിൽ നമുക്ക് സിംപ്ലി വന്ന് നമുക്ക് ആ ലാബിൽ വന്ന് സെർച്ച് ചെയ്താൽ മാത്രം മതി. പിന്നെ ആ പഠിച്ചു വന്ന രീതി എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ ഫസ്റ്റ് പ്രിലിംസ് ആണ് പ്രിപ്പയർ ചെയ്തത്. പ്രിലിംസ് നല്ലോണം പ്രിപ്പയർ ചെയ്തു. ഏത് എക്സാമും എഴുതി കഴിഞ്ഞാൽ കിട്ടത്തക്ക രീതിയിൽ പ്രിലിംസ് നല്ലോണം പ്രിപ്പയർ ചെയ്തു. പ്രിലിംസ് എല്ലാം കിട്ടി വന്നു, മെയിൻസ് മാത്രം കിട്ടുന്നില്ല. അങ്ങനൊരു സാഹചര്യം വന്നപ്പോഴത്തേക്കും ശരിക്കും ഇത് നിർത്തിപ്പോയാലോ വേറെ ഏതെങ്കിലും ഒരു ജോലി ചെയ്താലോ അങ്ങനെയൊക്കെ ഒരു ചിന്തകൾ വന്നു. അങ്ങനെ 2 വർഷം പോയി, ഒരു ജോലിക്കും പോയി. അതിൻ്റെ ഇടയ്ക്കാണ് പിന്നീട് ആ പ്രൈവറ്റ് ജോലികളുടെ ബുദ്ധിമുട്ടും കാര്യങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്കും ഒന്നുകൂടി ശ്രമിച്ചാലോ എന്നൊരു മനസ്സ് തോന്നിയത്. അങ്ങനെ വീണ്ടും ഇവിടെ ICD വന്നു, സാറുമാരെ കണ്ടു, കയറിയിരുന്നു. വീണ്ടും ഇതേ കണക്ക് പ്രിലിംസ് എല്ലാം കിട്ടി വന്നു. മെയിൻസ് ആയപ്പോഴത്തേക്കും വീണ്ടും GAയിൽ വന്നു. ഒന്ന് അങ്ങോട്ട് ക്രോസ് ആവുന്നില്ല GA. അങ്ങനൊരു സാഹചര്യം വന്നപ്പോഴാണ് നമ്മൾ സ്വന്തമായിട്ട് ആ ഡെഡിക്കേഷൻ്റെ കാര്യം ജയകൃഷ്ണൻ സാർ പറഞ്ഞ് എനിക്ക് ഓർമ്മ വന്നത്. നമ്മൾ ബാക്കിയുള്ളവരെ കാണിച്ചിട്ട് പഠിച്ചിട്ട് ഒരു കാര്യമില്ല, നമുക്ക് വേണ്ടിയാണ് പഠിക്കുന്നതെന്നൊരു ബോധം വന്നപ്പം ശരിക്കും ബാക്കി ആ ജോലിയുടെ കാര്യങ്ങളെല്ലാം വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഈ ഒരു ബാങ്ക് എക്സാമിന് വേണ്ടി നന്നായിട്ട് ഫോക്കസ് ചെയ്തു. ഡെയിലി ഒരു 8 to 9 hours ഇതിന് വേണ്ടി മാറ്റി വെച്ചു. എന്നിട്ട് എൻ്റെ വീക്ക്നെസ്സായ GA മാത്രം ഞാൻ നല്ലോണം ഫോക്കസ് ചെയ്തു. പ്രിലിംസ് കിട്ടി വരുന്ന ആ ഒരു സാഹചര്യം ഉള്ളതുകൊണ്ട് അതിൽ കഴിയുന്നതും കുറച്ച് സമയം മാറ്റി വെച്ച് ബാക്കിയെല്ലാം മെയിൻസിന് വേണ്ടി നല്ലോണം ഫോക്കസ് ചെയ്തു. അപ്പോഴാണ് ശരിക്കും ആദ്യത്തെ ആ മെയിൻസ് കിട്ടി ഒരു ഇൻ്റർവ്യൂവിന് വന്നപ്പോൾ ആ പോയ കോൺഫിഡൻസ് ശരിക്കും നന്നായിട്ട് തിരിച്ചു വന്നു. അങ്ങനെ കിട്ടി വന്നപ്പോഴാണ് ഈ ബാങ്ക് എക്സാമിൽ നമ്മൾ എങ്ങനെ ടാക്കിൾ ചെയ്യണമെന്നൊരു കംപ്ലീറ്റ് പിക്ചർ എനിക്ക് കിട്ടിയത്. അങ്ങനെ കിട്ടിയ ഒരു സാഹചര്യത്തിൽ പിന്നെ ഒന്നും നോക്കിയില്ല, കംപ്ലീറ്റ്ലി കണ്ണടച്ച് കൊടുത്ത സാറുമാരെ വിശ്വസിച്ചു. കിട്ടുമെന്ന ആ ഒരു കോൺഫിഡൻസോടും കിട്ടിയതോടെ കംപ്ലീറ്റ്ലി ഇതിലോട്ട് തന്നെ അങ്ങ് തിരിഞ്ഞു. അങ്ങനെ GA ബേസിക് കോൺസെപ്റ്റുകളും കാര്യങ്ങളും എല്ലാം പയ്യെ ഗ്രാസ്പ് ചെയ്തെടുത്തു. പിന്നീട് ഹാർഡ് വർക്കായിരുന്നു, നല്ലോണം ഹാർഡ് വർക്ക് ചെയ്തു. അങ്ങനെ ഈ 2023 January 1 തന്നെ ആദ്യം എനിക്ക് കിട്ടി. വലിയ സന്തോഷമുണ്ട്. ഇവിടെ സാറുമാരോട് വലിയ താങ്ക്സ് പറയണം. പിന്നെ എനിക്ക് സ്റ്റുഡൻസിനോട് ഇവിടെ പറയാനുള്ള എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓരോരുത്തരും ഓരോ രീതിയിലാണ് എക്സാമുകൾ പ്രിപ്പയർ ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ കഴിയുന്നേം ഹാർഡ് വർക്ക് ചെയ്തു. എനിക്ക് സബ്ജക്റ്റുകളൊന്നും അത്ര പെട്ടെന്ന് ഗ്രാസ്പ് ചെയ്യാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഓരോ വിഷയത്തിനും കൂടുതൽ സമയമെടുത്താണ് ഞാൻ പഠിച്ചത്. പല സ്റ്റുഡൻസും ചിലപ്പോൾ കുറച്ച് സമയം പഠിച്ചാൽ മതിയായിരിക്കും നല്ലോണം മനസ്സിലാവും. ചിലർക്ക് അത് കൂടുതൽ സമയം എടുക്കും. ഓരോരുത്തരും ഓരോ ലെവലാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ 1 or 2 ട്രൈ ചെയ്തിട്ട് ഒരിക്കലും വിട്ട് കളയല്ലേ. നമുക്ക് കഴിയുന്നേം അത് കിട്ടുന്നുണ്ട്, നമുക്ക് കോൺഫിഡൻസ് ഉണ്ട്, നമുക്കിതേ കൊണ്ട് നമുക്കിത് ചെയ്യാൻ പറ്റുമെന്നുണ്ടെങ്കിൽ കഴിയുന്നേം 100% ഇതിൽ തന്നെ നിൽക്കുക. എന്തെങ്കിലും ഒരിക്കൽ കിട്ടും. അതിന് ബെസ്റ്റ് ഉദാഹരണം ഞാൻ തന്നെയാണ്. ഞാനിപ്പോൾ ഓൾറെഡി 3 വർഷത്തിൽ കൂടുതലായി. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്, എന്നെ പല കൂട്ടുകാരും പറഞ്ഞിട്ടുണ്ട്, എന്തിനാ ഇതിന് പോകുന്നത്, വേറെ വല്ല ജോലിക്ക് പൊയ്ക്കൂടെയെന്ന്. പക്ഷേ വിട്ടു പോകാൻ തോന്നിയില്ല. കാരണം എനിക്ക് കിട്ടിയ ആ ഫസ്റ്റ് ഇൻസ്പിറേഷൻ, ഫസ്റ്റ് ഇവിടെ വന്ന് കിട്ടിയ ഒരു ഇൻസ്പിറേഷൻ അത് ഒരിക്കലും ഒന്നുകൊണ്ടും
നമുക്കത് ആ ഒരു അതിനൊരു കമ്പാരബിലിറ്റി ഇല്ല. അതുകൊണ്ടാണ് ഞാൻ ഈ ഫസ്റ്റ് ICD വന്നുകൊണ്ട് മാത്രമാണ് എനിക്ക് ഈ കോമ്പറ്റേറ്റീവ് എക്സാമുകളെ കുറിച്ച് എനിക്ക് മനസ്സിലായത്. ആ ഒരു ഫസ്റ്റ് ഇൻട്രൊഡക്ഷനാണ് എന്നെ ഇവിടെ ഈ ഒരു ജോലി കിട്ടാൻ എനിക്ക് അവസരം ഉണ്ടാക്കിയത്. ഫസ്റ്റ് ഓഫ് ഓൾ എനിക്ക് താങ്ക്സ് പറയാനുള്ളത് എൻ്റെ അമ്മയ്ക്കാണ്. അമ്മയാണ് ആദ്യം ഇങ്ങനൊരു ബാങ്കിലോട്ട് ചെയ്താൽ നിനക്ക് പറ്റും, നിനക്കിത് ചെയ്ത് കഴിഞ്ഞാൽ നിനക്ക് പറ്റുമെന്ന് ഉള്ളൊരു കോൺഫിഡൻസ് എനിക്ക് തന്നത്. പിന്നീട് അച്ഛനും അതിനോട് ഞാനിത് വന്ന് ചെയ്ത് എനിക്ക് ആദ്യം പ്രിലിംസൊക്കെ കിട്ടിയപ്പോൾ അച്ഛനും അതിനോട് സമ്മതിച്ചു. പിന്നീട് ഇവിടെ ജയകൃഷ്ണൻ സാറിൻ്റെ അടുത്ത് സംസാരിച്ചു, സാറും നല്ല കോൺഫിഡൻസ് തന്നു. അങ്ങനെ പല പല ആളുകളിൽ നിന്ന് എനിക്ക് കോൺഫിഡൻസ് കിട്ടിയിട്ടുണ്ട്. എനിക്ക് ആ ഒരു വേ ഓഫ് ലൈഫ് എനിക്ക് ശരിക്കും പറഞ്ഞു തന്നത് എൻ്റെ ഫ്രണ്ട്സാണ്, ഇവിടുത്തെ സാറുമാരാണ്. ഇങ്ങനെയാണ് ഫോളോ ചെയ്യേണ്ടതെന്ന് പറഞ്ഞു തന്നത്. അതുകൊണ്ട് എനിക്ക് അവരോട് വലിയ കടപ്പാടുണ്ട്. ഒരിക്കലും അത് നമുക്ക് വാക്കുകളിലൂടെ പറഞ്ഞ് തീർക്കാൻ പറ്റില്ല. പിന്നെ താങ്ക്സ് എന്ന് പറയുന്നത് നമുക്ക് ജസ്റ്റ് ഒരു വേർഡിലോട്ട് നമുക്കത് ചുരുക്കി ചേർക്കാൻ പറ്റത്തില്ല. എനിക്ക് നിങ്ങളുടെ സ്റ്റുഡൻസിനോട് പറയാനുള്ളത് അതാണ്. നമ്മൾ എപ്പോഴും നമ്മുടെ ഫ്രണ്ട്സും നമ്മുടെ ചുറ്റുപാടുമുള്ള ആളുകളും ഒക്കെയാണ് നമ്മുടെ ആ ഒരു ഇൻസ്പിറേഷൻ. അത് കഴിയുന്ന ഉൾക്കൊണ്ട് നന്നായിട്ട് എക്സാമുകൾ എഴുതുക. നിങ്ങൾക്ക് പറ്റുമെന്നുകൊണ്ട് കോൺഫിഡൻസ് ഉള്ളിലുണ്ടെങ്കിൽ ബാക്കി ആരെയും നോക്കണ്ട, ചെയ്യുക, ഉറപ്പായിട്ടും കിട്ടിയിരിക്കും. എല്ലാവർക്കും ഓൾ ദ ബെസ്റ്റ്.